ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. സോ നമുക്ക് ഈ ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. എനിവേ, വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമ്മൾ ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബോൺലെസ് പീസ് ചിക്കനാണ്. നിങ്ങൾക്ക് ബോൺസ് ഉള്ള ചിക്കനും എടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, നല്ല ജീരകപ്പൊടി, പെരുംജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, തൈര്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല്, ശർക്കര, നെയ്യ്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ചിക്കനിലോട്ട് ഇനി 1 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതിപ്പോൾ നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ചിക്കനാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഹോം കുക്ക് മലബാർ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇവിടെ ഞാൻ ബോൺലെസ് പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ചിക്കൻ നന്നായിട്ട് റോസ്റ്റ് ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തേങ്ങാപ്പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാൽ നന്നായിട്ട് ചിക്കനിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചർക്കരയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാം. യൂഷ്വലി ഈ ഡിഷിൽ നമ്മൾ ആഡ് ചെയ്യൽ ബ്രൗൺ ഷുഗർ ആണ്. അപ്പോൾ ഞാൻ അതിന് പകരം ചർക്കരയാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ചക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. സോ ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള ചിക്കൻ ഗീ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Please like, comment and subscribe my channel.